പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NIOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 ഹ്യൂമാനിറ്റീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേപ്പറായ ഹിസ്റ്ററി കോഡ് നമ്പർ 315 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. 10ാമത്തെ ചാപ്റ്റർ ആണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂളാണ്. മുഗൾ രാജവംശത്തിന്റെ സ്ഥാപനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 മുതൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അവർക്ക് മൊത്തം സിലബസിന്റെ 60% മാത്രമേ എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്റർ ആണ്. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുകൾ മാറ്റുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഓൾറെഡി 2023 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ മുഴുവൻ ചാപ്റ്റർ പഠിക്കണം. അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പഴയ മോഡൽ തന്നെയാണ്. ക്വസ്റ്റ്യൻസ് എക്സാമിന് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ബോർഡിൽ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഗൈഡിൽ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഗൈഡിലും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ആൻസർ മലയാളത്തിലും ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ട്രേസ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ അണ്ടർ ബാബർ. ബാബറുടെ കീഴിൽ ഇന്ത്യൻ മുഗൾ ഭരണത്തിന്റെ സ്ഥാപനത്തെ കുറിച്ച് വിലയിരുത്താനാണ് വരുന്നത്. ഓക്കെ, ഇതൊരു 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ മുഗൾ ചക്രവർത്തിമാരുടെ പരമ്പര ആരംഭിക്കുന്നത് സാഹിറുദ് ബിൻ മുഹമ്മദ് എന്നാണ്. ഈ സാഹിറുദ് ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ബാബർ. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ്. 1483 ജനിച്ച ബാബർ 1494 മധ്യേഷ്യയിലെ ഒരു പ്രമുഖ ഫർഗാനയിലെ രാജാവായി. 1504 ബാബർ കാബൂൾ പിടിച്ചെടുത്തു. ഇന്ത്യയെ ആക്രമിക്കാൻ ബാബറിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ താഴെയുണ്ട്. 1. ഇന്ത്യയുടെ അളവറ്റ സമ്പത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞ ബാബർ അത് സ്വന്തമാക്കാൻ തീരുമാനിച്ചു. 2. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തും പഞ്ചാബിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ. 3. പർഗാനിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ ഇന്ത്യയെ ഒരു അഭയസ്ഥാനമാക്കാം എന്ന ധാരണ. 4. പറയുന്നത് ഇന്ത്യയിലെ രജപുത്രരും അഫ്ഗാൻകാരും അവരുടെ എതിരാളികളെ നേരിടാൻ ബാബറുടെ സഹായം അഭ്യർത്ഥിച്ചത്. 1518 ബീരാ കോട്ട ആക്രമിച്ചുകൊണ്ട് ബാബർ തൻ്റെ ജയ്ത്ത യാത്ര ആരംഭിച്ചു. 1525 അദ്ദേഹം പെഷവാറിലെത്തി. ഇദ്ദേഹത്തിന്റെ വരവിനെ തുടർന്ന് പഞ്ചാബ് ഭരിച്ചിരുന്ന ദൗലത്ത് ഖാൻ ലോധി കീഴടക്കുകയും ബാബർ പഞ്ചാബിന്റെ അധിപതനാവുകയും ചെയ്തു. പഞ്ചാബ് കീഴ്പ്പെടുത്തിയ ശേഷം ബാബർ ഡൽഹിക്കു നേരെ നീങ്ങി. ഡൽഹി സുൽത്താൻ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി. ഇനിയാണ് 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്. 1526 ഇബ്രാഹിം ലോധിയും ബാബറിന്റെ സൈന്യവും 1526 ഏപ്രിൽ 20 ചരിത്ര പ്രസിദ്ധമായ പാനിപ്പത്ത് എന്ന് പറയുന്ന യുദ്ധക്കളത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ബാബറുടെ കുതിരപ്പടയുടെ നീക്കത്തിന് മുമ്പിൽ പിടിച്ചെടുക്കാൻ ഇബ്രാഹിം ലോധിക്ക് കഴിഞ്ഞില്ല. ഏതാണ്ട് ഒരു പകൽ കൊണ്ട് അവസാനിച്ച യുദ്ധത്തിൽ 15,000 ഭടന്മാരോടൊപ്പം ഇബ്രാഹിം ലോധിയും കൊല്ലപ്പെട്ടു. ഇത് 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യ ചരിത്രത്തിലെ നിർണായകരമായ യുദ്ധമാണ് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലുള്ള യുദ്ധം. ബാബർ അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഘന യുദ്ധം. 1527 പാനിപ്പത്ത് യുദ്ധം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷത്തിലാണ് ഘന യുദ്ധം നടന്നത്. പാനിപ്പത്തിലെ വിജയത്തിന് ശേഷം ബാബർക്ക് നേരിടേണ്ടി വന്ന ശക്തനായ പ്രതിയോഗി ചിറ്റൂരിലെ രാജാവായ റാണസംഗായിരുന്നു. 1527 റാണസംഗയും ബാബറും ആഗ്രക്കടുത്തുള്ള കന്യയിൽ വെച്ച് ഏറ്റുമുട്ടി. വീറോടെ പൊരുതിയെങ്കിലും വിജയം ബാബർക്കായിരുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട റാണസംഗ പിന്നീട് മരിച്ചു. ഇതോടെ ബാബർ ഉത്തരേന്ത്യയിലെ സർവാധിപതിയായി നടന്നു. പിന്നെ അതിനുശേഷം ബാബറിന്റെ കീഴിൽ നടന്ന യുദ്ധമാണ് 1529 ഗോഖ്ര യുദ്ധം എന്ന് പറയുന്നത്. ഡൽഹിയും ആഗ്രയും അടക്കം മധ്യ ഇന്ത്യ ബാബറുടെ കയ്യിൽ വന്നപ്പോഴേക്കും കിഴക്കേ ഇന്ത്യയുടെ അഫ്ഗാൻ ആധിപത്യം തുടർന്നിരുന്നു. അഫ്ഗാൻകാരുടെ ശല്യം അവസാനിപ്പിക്കാൻ ബാബർ കിഴക്കോട്ട് നീങ്ങി. 1529 മെയ് 6-ാം തീയതി ബാബറുടെയും അഫ്ഗാനിസ്ഥാൻകാരുടെയും സൈന്യം ഗോഗ്ര നദീതീരത്ത് വെച്ച് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ പരാജയപ്പെട്ട അഫ്ഗാനികൾ
ബാബർക്ക് വഴങ്ങി. ഈ 3 പ്രമുഖ യുദ്ധങ്ങളോടെ ബാബർ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അടിത്തറ പാകി. കീഴടക്കിയ സ്ഥലങ്ങളിൽ ശക്തമായ ഭരണ സംവിധാനം ഏർപ്പെടുത്താനോ പ്രദേശങ്ങൾ ഏകീകരിക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം ഇന്ത്യയിൽ കഴിച്ചു കൂട്ടിയ കാലം മുഴുവൻ യുദ്ധത്തിലോ കലാപങ്ങളോ ഒതുക്കാനുള്ള പരിശ്രമത്തിലോ മുഴുകേണ്ടി വന്നു. മധ്യേഷ്യയിലെ ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് ബാബർ ഇന്ത്യയിലേക്ക് എത്തിയത്. ഉജ്ജ്വല സേനാനായകനും യുദ്ധതന്ത്രനുമായ ബാബർ മികച്ചൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ബാബർ നാമ. ഒരു വ്യക്തി എന്ന നിലക്ക് ബാബർ ഇന്ത്യയെ എത്രത്തോളം സ്നേഹിച്ചു എന്നുള്ളത് ബാബർ നാമയിലുണ്ട്. രണ്ടാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ഷേർഷാ. ഷേർഷയുടെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് വിവരിക്കാനാണ്. മുഗൾ ഭരണത്തിന് താൽക്കാലികമായി അന്ത്യം വരുത്തിയ ഷേർഷയുടെ യഥാർത്ഥ പേര് ഫരീദ് എന്നായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരമായ ഭരണാധികാരി ഒരാളായിരുന്നു ഷേർഷാ. ബീഹാറിലെ രാജാവാണ് ഫരീദിന് ഷേർഖാൻ എന്ന സ്ഥാനം നൽകിയത്. തന്ത്രപരമായ നീക്കങ്ങളിലൂടെ ഷേർഖാൻ ബീഹാറിലെ പരമാധികാരിയായി മാറി. ചൂനാർ കോട്ടയുടെ ആധിപത്യം അദ്ദേഹത്തിന്റെ അധികാരവും പ്രശസ്തിയും വർദ്ധിപ്പിച്ചു. പിന്നീട് ഷേർഖാൻ ഫരീദുദ്ദീൻ ഷേർഖാൻ എന്ന സ്ഥാനപ്പേരോടുകൂടി ഡൽഹി സിംഹാസനത്തിൽ അവരോധിതമായി നടന്നു. ഷേർഷയുടെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണപരിഷ്കാരത്തിൽ ഒരാളാണ് ഷേർഷാ. അദ്ദേഹത്തിന്റെ 5 കൊല്ലത്തെ ഭരണകാലം ഭരണവ്യവസ്ഥയും പല നൂതനവും പുതുമയുള്ളതുമായ പരിഷ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. വാസ്തവത്തിൽ ഈ പരിഷ്കാരങ്ങൾ തുടരുകയാണ് ആദ്യം മുഗളന്മാരും പിന്നീട് ബ്രിട്ടീഷുകാരും ചെയ്തത്. ഭരണ സൗകര്യത്തിനായി ഷേർഷാ തന്റെ സാമ്രാജ്യത്തെ നിരവധി പ്രവിശ്യകളായി വിഭജിക്കുകയും ഭരണ ചുമതല ഗവർണർമാരെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രവിശ്യകളെ സർക്കാരുകളായും സർക്കാരുകളെ പർഗാനകളായും തിരിച്ചു. ഓരോ പർഗാനും അമീറിന്റെ കീഴിലായിരുന്നു. കണക്കുകൾ പരിശോധിക്കാൻ ഓരോ പർഗാനും 2 ക്ലർക്കുകൾ ഉണ്ടായിരുന്നു. അഴിമതി, സ്വജനം, ശാപാദം, കലാപം എന്നിവ ഒഴിവാക്കാൻ ഷേർഷാ 2-3 കൊല്ലം കൂടുമ്പോൾ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിരുന്നു. ഭരണത്തിന്റെ താഴ്ന്ന ഘടകം ഗ്രാമമായിരുന്നു. ഗ്രാമപഞ്ചായത്തിനായിരുന്നു ഇതിന്റെ ചുമതല. ശ്രദ്ധേയമായ മറ്റൊരു പരിഷ്കാരം കാർഷിക രംഗത്തായിരുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, ഓരോ കൃഷിക്കാരനും നൽകേണ്ട നികുതി എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഓരോ കൃഷിക്കാരനും മുൻകൂട്ടി നൽകിയിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒട്ടേറെ റോഡുകളും ഷേർഷാ നിർമ്മിച്ചു. സൈനിക ആവശ്യം കൂടി പരിഗണിച്ചായിരുന്നു. കിഴക്കൻ ബംഗാളിലെ സോണാർഗൻ മുതൽ സിന്ധു വരെയുള്ള ഗ്രാൻഡ് ട്രക്ക് റോഡാണ് ഇതിൽ പ്രധാനം. സുശക്തമായ ഒരു ചാര്യ സംവിധാനം ഷേർഷാ നിലനിർത്തിയിരുന്നു. കുറ്റവാളികളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെയായിരുന്നു നീതി നടപ്പിലാക്കിയത്. മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ഹുമയൂൺ കൺസോളിഡേറ്റ് ഹിസ് പൊസിഷൻ? ഹുമയൂൺ എങ്ങനെയാണ് തന്റെ പദവി നിലനിർത്തിയത്? ബാബറെ തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ ഹുമയൂൺ അധികാരത്തിൽ വന്നു. ഹുമയൂൺ നേരിട്ട പ്രധാന ശല്യം അദ്ദേഹത്തിന്റെ സഹോദരന്മാർ തന്നെയായിരുന്നു. തന്റെ സഹോദരന്മാർക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ നൽകിയെങ്കിലും അധികാരമോഹികളായ അവർ വിശ്വസ്തരായിരുന്നില്ല. അധികാരമേറ്റയുടെ ഹുമയൂൺ കലിഞ്ചാർ കോട്ടയും ജോൺപൂരും ആക്രമിച്ചു. പിന്നീട് അഫ്ഗാനികൾക്കെതിരെ ശ്രദ്ധ തിരിച്ചു. ഹുമയൂൺ ചൂനാർ കോട്ട ആക്രമിച്ചു. പരാജയം ഉറപ്പായപ്പോൾ അഫ്ഗാൻ ജനറലായ ഷേർഖാൻ ഹുമയൂണുമായി ഒരു സന്ധി ഉണ്ടാക്കി. മുഗൾ മേൽക്കോട്ട അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. താൽക്കാലികമായി മുഗളുമായി സന്ധി ഉണ്ടാക്കിയ ഷേർഖാൻ മുഗളന്മാരെ തുരത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ശക്തമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഷേർഖാൻ മുഗളരെ നേരിട്ടു. 1539 ചൗസിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ഷേർഖാൻ ഹുമയൂണിനെ തോൽപ്പിച്ചു. അങ്ങനെ ഡൽഹിയും ആഗ്രയും ലാഹോറും ഷേർഖാൻ തന്റെ അധീനത്തിലാക്കി. പിന്നീട് 1555 ഹുമയൂൺ ഇന്ത്യയിൽ തിരിച്ചു വന്ന് അധികാരം പിടിച്ചെടുക്കുകയും മുഗൾ രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അടുത്ത ചോദ്യമാണ് നാലാമത്തത്, എക്സ്പ്ലെയിൻ ദി എക്സ്പാൻഷൻ ഓഫ് മുഗൾ എംപയർ അണ്ടർ അക്ബർ. അക്ബറുടെ കീഴിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ വ്യാപനം എഴുതാനാണ്. ഷേർഷയുടെ മരണശേഷം അരാജകത്വവും അനൈക്യവും വീണ്ടും തലമുക്കി. 1556 13-ാം വയസ്സിൽ ഹുമയൂണിന്റെ പിൻഗാമിയായി അക്ബർ സ്ഥാനമേറ്റു. ഹുമയൂണിന്റെ വിശ്വസ്തനായ ബൈറാഖാന്റെ രക്ഷാകർത്താവായിരുന്നു അക്ബർ. അധികാരത്തിൽ വന്ന അക്ബറിന്റെ മുന്നിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഷേർഷയുടെ സാമ്രാജ്യം ഛിന്നഭിന്നമായി കഴിഞ്ഞിരുന്നു. രാജ്യം ഒരു കടുത്ത ക്ഷാമം നേരിടുന്നുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാനെ തന്റെ കീഴിൽ കൊണ്ടുവരാൻ അക്ബറിന് തുടർച്ചയായി 20 കൊല്ലം യുദ്ധം ചെയ്യേണ്ടി വന്നു. ഈ കാലഘട്ടത്താണ് 2-ാം പാനിപ്പത്ത് യുദ്ധം 1556 നടന്നു. ചക്രവർത്തിയായി 1556 ചക്രവർത്തിയായി
അക്ബർ സ്ഥാനാരോഹണം നടത്തിയ ശേഷം ബൈറാങ്കോനെടുത്ത് ഡൽഹിയിലേക്ക് തിരിച്ചു. 1556 ചരിത്ര പ്രസിദ്ധമായ പാനിപത്തിൽ വെച്ച് അക്ബർ ഹെമുവിനെ നേരിട്ടു. യുദ്ധത്തിൽ ഹെമു വിജയിച്ചു. മുന്നേറിക്കൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി ഒരു അമ്പ് കണ്ണിലേറ്റ് അദ്ദേഹം ബോധരഹിതനായി വീണു. അങ്ങനെ ഹെമുവിന്റെ സൈന്യത്തെ മുഗൾ സൈന്യം പരാജയപ്പെടുത്തുകയും ഹെമുവിനെ വധിക്കുകയും ചെയ്തു. ഡൽഹിയും ആഗ്രയും അടങ്ങുന്ന ഇന്ത്യയുടെ ഹൃദയഭൂമി വീണ്ടും മുഗൾ ഭരണത്തിന്റെ കീഴിൽ വന്നു. യഥാർത്ഥത്തിൽ മുഗൾ സാമ്രാജ്യത്തിന്റെ പുനഃസ്ഥാപനം നടക്കുന്നത് രണ്ടാം പാനിപ്പത്ത് യുദ്ധത്തോടു കൂടിയാണ്. അക്ബർ സ്ഥാപിച്ച മതം ദീൻ ഇലാഹി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അക്ബറുടെ കാലത്ത് സാമ്രാജ്യത്തിന്റെ വ്യാപനമാണ്. സാമ്രാജ്യത്തിന്റെ വിസ്തൃതി അദ്ദേഹം ആദ്യം ആക്രമിച്ചത് മാൾവയായിരുന്നു. മാൾവയിലെ ഭരണാധികാരിയായിരുന്ന ബാസ് ബഹദൂറിനെ അദ്ദേഹം പരാജയപ്പെടുത്തി മാൾവ മുഗളന്മാരുടെ അധീനയിലാക്കി. 1560 അക്ബർ ഗരഹ് കീഴടക്കി. കണക്കാൻ പറ്റാത്തത്ര ആഭരണവും സ്വർണവും വെള്ളിയും ഈ ആക്രമണത്തിൽ ലഭിച്ചു എന്നതാണ്. പിന്നെ രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഒരു സാമ്രാജ്യം കെട്ടുപിടിക്കുന്നതിൽ രജപുത്രന്മാരുടെ സഹായം അനിവാര്യമാണെന്ന് അക്ബർ മനസ്സിലാക്കി. തൻ്റെ സാമർഥ്യവും നയതന്ത്രതയും ഉപയോഗിച്ച് രജപുത്രരുടെ മനം അക്ബർ കവർന്നു. 1562 അക്ബർ രാജാവായ രജബഹാരിൽ അക്ബർക്ക് കീഴടങ്ങുകയും തൻ്റെ മകളെ അക്ബറിന് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ബീക്കാനിൽ ജയ്സൽമീർ തുടങ്ങിയ പ്രദേശങ്ങളും അക്ബർക്ക് സ്വന്തമാക്കി. പിന്നെ ഗുജറാത്താണ്. അക്ബറുടെ അടുത്ത ലക്ഷ്യം ഗുജറാത്ത് ആയിരുന്നു. സിന്ധു ഗംഗ സമതലങ്ങളിലെ വാണിജ്യം അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് ഗുജറാത്ത് കീഴടക്കിയത്. അധികം കഴിയുമ്പോൾ ഒറീസയും തൻ്റെ അധീനത്തിലാക്കി. 1581 അദ്ദേഹം പഞ്ചാബ് കീഴടക്കി. ഇതോടെ അധികാര വ്യാപാരം തൽക്കാലത്തേക്ക് അദ്ദേഹം നിർത്തിവെച്ചു. ദീർഘകാലം തൻ്റെ സൈനിക പോരാട്ടങ്ങൾ ഏതാണ്ട് അവസാനിപ്പിച്ച അക്ബർ ഹിമാലയം മുതൽ നർമ്മദ വരെയും ഹിന്ദുക്കുഷ് മുതൽ രജപുത്ര വരെയുള്ള പ്രദേശങ്ങളും എതിരില്ലാതെ പ്രഭുവായി. ഇനി അക്ബറും ഡക്കാനും എങ്ങനെയാണെന്നാണ്. അക്ബറുടെ ഡക്കാൻ നയങ്ങൾ പ്രധാനമായി 2 ലക്ഷ്യങ്ങളാണ്. ഡക്കാൻ രാജ്യങ്ങളായ ബീജാപൂർ, അഹമ്മദ് നഗർ, ഗോൽ എന്നിവ മുഗൾ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരിക. ഇന്ത്യയിലെ വ്യാപാരത്തെ ചൂഷണം ചെയ്ത പോർച്ചുഗീസുകാരെ പുറന്തള്ളുക. 1660 അക്ബർ അഹമ്മദ് നഗറിനെ ആക്രമിച്ച് കീഴടക്കി. ഉദ്യോഗസ്ഥർക്ക് പണം കൊടുത്ത് വാലേശം കൈയടക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് വർ ദ മെയിൻ അച്ചീവ്മെന്റ് അണ്ടർ ദി റൂൾ ഓഫ് ജഹാംഗീർ ആണ്. ജഹാംഗീറിന്റെ ഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന പ്രധാന നേട്ടങ്ങൾ എന്താണ്? 1605 അക്ബർ മരണപ്പെടുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രൻ സലീം രാജകുമാരൻ ജഹാംഗീർ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചുകൊണ്ട് അധികാരത്തിലെത്തി. അധികാരമേറ്റയുടൻ ജഹാംഗീർ 12 ശാസനങ്ങൾ പുറപ്പെടുവിച്ചു. രാജ്യത്തുള്ളവരെല്ലാം ജനക്ഷേമത്തിനുള്ളവരാണെന്ന് കരുതി വെച്ച് ഈ പൊതു പെരുമാറ്റച്ചട്ടത്തിൽ അംഗീകരിക്കണമെന്ന് ചക്രവർത്തി നിഷ്കരിച്ചു. രണ്ടാമതായി അദ്ദേഹം പ്രസിദ്ധമായ നീതിയുടെ ചങ്ങല സ്ഥാപിച്ചു. ജഹാംഗീർ അധികാരത്തിൽ വന്ന് അധികം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ഖുസ്രു രാജകുമാരൻ കലാപത്തിൽ കൊടിയുയർത്തി. ജനപ്രിയനായ ഈ രാജകുമാരനെ പിടിച്ച് ജഹാംഗീർ ജയിലടച്ചു. ഖുസ്രുവിനെ സഹായിച്ചു എന്ന് കുറ്റം ആരോപിച്ച് 5ാമത്തെ സിഖ് ഗുരുവായ അർജുൻ സിംഗിനെ ജഹാംഗീർ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇത് സിഖ് സമൂഹത്തിൽ രാജാവിനെ ശത്രുക്കളാക്കി മാറ്റി. 1612 ജഹാംഗീർ പൊട്ടിപ്പുറപ്പെട്ട് അഫ്ഗാൻ കലാപം അടിച്ചമർത്തി എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല നേട്ടങ്ങൾ പ്രധാനം. മറ്റൊരു നേട്ടം രജപുത്രക്കെതിരെ അദ്ദേഹം കൈവരിച്ച വിജയമാണ്. ഇത് അടുത്ത ചോദ്യമാണ്, 6ാമത്തെ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പോളിസീസ് ഓഫ് ഔറംഗസീബ് ആണ്. ഔറംഗസീബിന്റെ നയങ്ങൾ ചുരുക്കി വരിക്കാണ്. ഷാജഹാൻ സിംഹാസനത്തിലേക്ക് ഉദ്ദേശിച്ചത് മൂത്ത പുത്രനായിരുന്നു. എങ്കിലും 3ാമത് പുത്രനായ ഔറംഗസീബ് ഷാജഹാനെ തടവിലാക്കി സിംഹാസനം തിരിച്ചു പിടിച്ചു. 1688 ഷാജഹാനെ തടവിലാക്കിയ ശേഷം ഔറംഗസീബ് സ്ഥാനാരോഹണം ചെയ്തു. ഔറംഗസീബിന്റെ ഭരണത്തെ 2ആയി വെച്ചു. 1658 മുതൽ 1681 വരെ അദ്ദേഹം ഇന്ത്യയിൽ ശ്രദ്ധ പതിപ്പിച്ച കാലം. 1681 തന്റെ കോട്ടും സൈന്യത്തിന്റെ സിംഹാസനവും ഡക്കാനിലേക്ക് മാറ്റി. ഔറംഗസീബ് അതിഭക്തനായ ഒരു സുന്നി മുസ്ലിമായിരുന്നു. ഖുർആൻ വിരുദ്ധം എന്ന് അദ്ദേഹം കരുതിയ നികുതികൾ നിർത്തലാക്കി. രാജ്യത്ത് ആർഭാടമായി നടത്തുന്ന നൗറസ് അദ്ദേഹം നിരോധിച്ചു. സംഗീത സംഘത്തെയും കൊട്ടാര സംഗീതത്തെയും അദ്ദേഹം പിരിച്ചയച്ചു. കൊട്ടാരത്തിലെ നൃത്ത സംഘത്തെയും അദ്ദേഹം ഒഴിവാക്കി. മദ്യം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, നൃത്തം, ചൂതാട്ടം എന്നിവ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക, അളവ് തൂക്ക നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാന നടപടികൾ.
സ്വർണം, വെള്ളി തുടങ്ങിയ വസ്തുക്കൾ കൊണ്ട് രാജാക്കന്മാർക്ക് തുലാഭാരം നടത്തുന്ന രീതി ഔറംഗസീബ് നിർത്തലാക്കി. ഭൗതിക നേട്ടങ്ങളുള്ള പറ്റിയുള്ള ചിന്ത ഒരു വിധത്തിലും സാധിക്കാതെ ഔറംഗസീബ് ലളിതമായൊരു ജീവിതം നയിച്ചിരുന്നതാണ്. ഇനി ഏഴാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദി മെയിൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദി മുഗൾ. മുഗൾ ഭരണകാലത്ത് നേരിയ പ്രധാന വെല്ലുവിളികൾ എന്താണ്? അതിലെ പ്രധാന ശക്തികൾ രജപുത്രരും മറാത്തികളായിരുന്നു. ഈ രജപുത്രർ ആരാന്ന് പറയുന്നത് മുഗൾ സൈന്യത്തിലെ ഹിന്ദു സേനാ നായകന്മാരിൽ ജോൺപൂർ മഹാരാജ ജസ്വന്ത് സിംഗ് ആയിരുന്നു. അദ്ദേഹം 1678 വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലെ ഒരു യുദ്ധത്തിൽ മരിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ രാജ്യം ഔറംഗസീബ് പിടിച്ചുകൊണ്ട് മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തു. ഇതിനെതിരായി ഉണ്ടാകുന്ന എതിർപ്പിനെ നേരിടാൻ ഔറംഗസീബ് തന്നെ അജ്മീറിലെത്തി. എന്നാൽ അധികാരങ്ങൾ തർക്കങ്ങൾ തുടർച്ചയായ ഔറംഗസീബിനെ നേരിടേണ്ടി വന്നു. സ്വാഭാവികമായി രജപുത്രങ്ങൾക്കായി ഒരു നീണ്ടകാലം സംഘർഷത്തിൽ ഏർപ്പെടേണ്ടി വന്നു. മേവാർ പിടിച്ചെടുക്കാനുള്ള ഔറംഗസീബിന്റെ ശ്രമം വിജയിച്ചില്ല. പക്ഷെ രജപുത്ര പരാജയപ്പെടാൻ സമ്മതിച്ചില്ല. എന്നാൽ 1679 മാർവാർ, ഉദയ്പൂർ, ചിറ്റൂർ എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും നാടാകെ കൊള്ളയടിച്ച് നശിപ്പിക്കുകയും ചെയ്തു. രജപുത്രർ അരാമലി മലനിരകളുടെ കോട്ടകളിൽ അഭയം നേടി. അവിടെ നിന്ന് അവർ മലക്ക് ഒരുവശത്തുള്ള മുഗൾ സേനകൾക്കെതിരെ നിരന്തരം മിന്നലാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ രജപുത്ര മുഗൾ സൈന്യത്തിന് ഒരു പേടി സ്വപ്നമായി തീർന്നു. ചുരുക്കി പറഞ്ഞ രജപുത്രന്മാരുമായിട്ടുള്ള യുദ്ധം മുഗൾമാരുടെ പ്രശസ്തിക്ക് മംഗലേൽപ്പിച്ച ധീരരും പ്രശസ്തരുമായ ഇവരുടെ സഹായം മുഗളർക്ക് നഷ്ടമായി. പിന്നെ മറാത്തകളാണ്. 17-ാം നൂറ്റാണ്ട് ഉത്തരാർദ്ധത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് ഉദയം ചെയ്ത സുപ്രധാനമായ ശക്തിയാണ് മറാത്തികൾ. മറാഠികളുടെ ഉയർച്ചകൾ പല കാരണങ്ങളുണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു, സാംസ്കാരിക ഘടകങ്ങളുണ്ടായിരുന്നു, ഭരണ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ തന്നെ മഹാരാഷ്ട്രയിലെ വരണ്ട കാലാവസ്ഥയും തീരെ ഫലപുഷ്ടിയുമില്ലാത്ത മണ്ണും കടിഞ്ഞുദ്ധാനികളാക്കാൻ മറാത്തികൾ നിർബന്ധിതരായി. സാംസ്കാരിക ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകിയിരുന്നു. 15-16 നൂറ്റാണ്ടുകളിൽ ശക്തമായ ഒരു മറാത്ത സാഹിത്യം ഉദയം വന്നു. 3 പറയുന്നത് ഭരണ സംവിധാനമാണ്, ഭരണ സൈനിക പരിചയമാണ്. ഡക്കാൻ സുൽത്താന്മാരുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന പല മറാത്ത നേതാക്കന്മാർക്കും രാഷ്ട്രീയവും സൈനികരുമായ ഭരണ പരിശീലനം ലഭിച്ചിരുന്നു എന്നതാണ്. ഇനി 8ാമത്തെ ചോദ്യം പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം ഇൻവെൻഷൻ ഓഫ് ശിവജിയാണ്. ശിവജിയുടെ ഭരണ പരിഷ്കാരങ്ങളും ആക്രമണങ്ങളും വിവരിക്കാനാണ്. ഡക്കാൻ രാജ്യങ്ങളുടെ ദൗർബല്യവും മുഗളന്മാരുടെ നിരന്തര യുദ്ധങ്ങളും ശിവജിയുടെ ഉയർച്ചയ്ക്ക് സഹായമായി. പല കോട്ടകളും അതിൻ്റെ പരമ്പരാഗതമായ ഉടമസ്ഥയിൽ നിന്ന് ശിവജി കൈയടക്കി. സ്വന്തമായി നിരവധി കോട്ടകൾ അദ്ദേഹം പണിയുകയും ചെയ്തു. 1657 ശിവജി ആദ്യമായി മുഗളന്മായി ഏറ്റുമുട്ടുന്നത്. ശിവജിയെ തകർക്കാൻ ശ്രമിച്ച ബീജാപൂർ ജനറൽ അഫ്സൽ ഖാനെ വധിച്ച് ആ പ്രദേശം തൻ്റെ അധീനത്തിലാക്കി. ശിവജിയുടെ അക്രമത്തിൽ സംഭീതനായ ഔറംഗസീബ് ശിവജിയെ വകവരുത്താൻ ഡക്കാൻ വൈസ്രോയായ ഷെയ്സ്ത ഖാനെ നയിച്ചു. 1660 ഖാൻ പൂനെയും ചക്കാൻ കോട്ടയും കൈവശപ്പെട്ടു. ശിവജി ബീജാപൂറുമായി ഒരു സമാധാന സന്ധി ഉണ്ടാക്കി. ഇത് മുഗളരെ നേരിട്ടു അദ്ദേഹത്തിന് അവസാന അവസരം നൽകി. 1664 ശിവജി പടിഞ്ഞാറ് ഭാഗത്തുള്ള അതിസമ്പന്നമായ മുഗൾ തുറമുഖം സൂറത്ത് ആക്രമിച്ച് തകർത്തു. ഏതാണ്ട് 1 കോടി രൂപമുള്ള സമ്പത്ത് അദ്ദേഹം കൊള്ളടിക്കുകയും ചെയ്തു. ഇനി ശിവജിയുടെ കീഴിലെ ഭരണ സംവിധാനമാണ്. രാഷ്ട്രസ്ഥലം ശിവജി തന്നെയായിരുന്നു. എങ്കിലും ഭരണകാലങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു 8-അംഗ മന്ത്രിസഭ ഉണ്ടായിരുന്നു. ശിവജി തൻ്റെ രാജ്യത്തെ പ്രവിശ്യകളായി വെച്ച് ഓരോ പ്രവിശ്യം ഓരോ ഗവർണറുടെ കീഴിലായിരുന്നു. പ്രവിശ്യകളെ ഭരണാധികാരികളും തരാഫുകളായി ലഭിച്ചു. ഏറ്റവും താഴെയുള്ള ഭരണഘടകം ഗ്രാമമായിരുന്നു. ഗ്രാമത്തിൻ്റെ ചുമതല ഗ്രാമപഞ്ചായത്തുകളായിരുന്നു. ശിവജിയുടെ നികുതി സമ്പ്രദായം വളരെ കർക്കശമായിരുന്നു, കാര്യക്ഷമമായിരുന്നു. കൃഷിക്കാരിൽ നിന്ന് ഉദ്യോഗസ്ഥരിൽ നിന്ന് നികുതി നേരിട്ട് പിരിച്ചെടുക്കുകയായിരുന്നു. നികുതി തീരുമാനിക്കുന്നതിന് മുമ്പ് സർവേ ചെയ്ത് തിട്ടപ്പെടുത്തിയിരുന്നു. ഉൽപ്പാദനത്തിൻ്റെ 30% നികുതി നൽകണമെന്നായിരുന്നു. കൂടാതെ മുഗൾ പ്രവിശ്യകളിൽ നിന്ന്, ബീജാപൂരിന്റെ ജില്ലകളിൽ നിന്ന് ചൗത്ത് എന്നും സർദേശ് എന്നും വിളിക്കുന്ന ഒരു തരം പ്രത്യേക നികുതി ശിവജി പിരിച്ചിരുന്നു. പിരിച്ചെടുക്കപ്പെട്ട ശത്രു രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കിയ നികുതിയായിരുന്നു സർദേശ് മുഖ്യ എന്ന് പറയുന്നത്. ശിവജിയുടെ പ്രവർത്തനങ്ങൾ കോട്ടകൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. 53-ാം വയസ്സിൽ ശിവജി മരിച്ചു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ബ്രീഫ് അക്കൗണ്ട് ഓഫ് തേർഡ് പാനിപ്പത്ത് യുദ്ധം. 3-ാം പാനിപ്പത്ത് യുദ്ധത്തെക്കുറിച്ച് വിവരിക്കാനാണ്. ശിവജിയുടെ പിൻഗാമികൾ ശിവജിയെ പോലെ കരുത്തരായിരുന്നില്ല. ഭരണാധികാരിയായപ്പോൾ പേർഷ്യൻ അവരുടെ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിച്ചു. 1713 ബാലാജി വിശ്വനാഥ് പേർഷ്യ ആക്രമിച്ച് നിയമത്തോടുകൂടി മറാത്ത ചരിത്രം ഒരു പുതിയ വഴിക്ക് നീങ്ങി. അദ്ദേഹത്തിൻ്റെ കാലം തൊട്ട് പേർഷ്യ പദവി പരമ്പരാഗതമായി തീർന്നു. ബാജിറാവു ഒന്നാമനെ തുടർന്ന് മകൻ ബാലാജി ബാജിറാവു പേർഷ്യയായി. ആക്രമണ നയം തുടർന്ന് അദ്ദേഹത്തിൻ്റെ കാലത്ത് മറാഠികൾ അഫ്ഗാനിസ്ഥാനിൻ്റെ കീഴിലായിരുന്ന പഞ്ചാബികളടക്കി.
മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തിന് വഴിയൊരുക്കിയത് ഈ സംഭവമാണ്. മറാഠകളുടെ പഞ്ചാബ് ആക്രമണത്തിൽ പ്രകോപിതനായ അഫ്ഗാൻ ഭരണാധികാരി അഹമ്മദ് ഷാ അബ്ദാലി തന്റെ സൈന്യവുമായി പഞ്ചാബിലേക്ക് നീങ്ങി. 1761 ചരിത്ര പ്രസിദ്ധമായ പാനിപ്പത്തിൽ വെച്ച് അബ്ദാലിയും മറാഠികളും ഏറ്റുമുട്ടി മറാഠികളുടെ കനത്ത തോൽവിയിലാണ് കലാശിച്ചത്. ഈ ലാസ്റ്റ് ചോദ്യമാണ്, ഹൗ വാസ് ദ ഔറംഗസീബ് പോളിസി ടുവേർഡ്സ് റൈപൂട്ട് ഡിഫറെന്റ് ഫ്രം അതർ മുഗൾ റൂൾ? ഔറംഗസീബിന്റെ രജപുത്രന്മാരുടെ സമീപനം മറ്റ് മുഗൾമാരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരുന്നു? അക്ബറുടെ ഭരണകാലത്ത് മീവാർ മാത്രമായിരുന്ന മുഗൾ ഭരണത്തിന് കീഴിൽ വരാത്ത ഏക പ്രദേശമാണ്. മീവാറിനെ കൈയടക്കാനായി ജഹാംഗീർ ഒരു ആക്രമണ നയം തന്നെ സ്വീകരിച്ചു. നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷം റാണ അമർ സിംഗ് മുഗൾ മേൽക്കോയ്മ അംഗീകരിക്കാൻ തയ്യാറായി. മാൾവാറിനെ പിടിച്ചെടുത്ത ചിറ്റൂർ കോട്ട ഉൾപ്പെടെയുള്ള അതിർത്തികൾ അമർ സിംഗിന് തിരികെ കൊടുത്തു. ജഹാംഗീറിന്റെയും ഷാജഹാന്റെയും കരുത്ത് രജപുത്രനും മുഗളും തമ്മിൽ സൗഹൃദപരമായ ബന്ധം നിലനിർത്തിയിരുന്നു. ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ ഇരു കൂട്ടരും തമ്മിലുള്ള ബന്ധം വഷളായി. മാർവാറിന്റെ കിരീടാവകാശത്തെ ചൊല്ലിയുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. പിന്തുണച്ച അവകാശ പ്രശ്നത്തിൽ ഔറംഗസീബ് തന്റെ ഇടപെടലും മറ്റും രജപുത്രന്റെ ശത്രുതയ്ക്ക് വഴിവെച്ചു. അതുപോലെ അദ്ദേഹം ജോധ്പൂർ കൈയടിക്കുകയും മുഗൾ രാജപുത്ര ശത്രുവെ വർദ്ധിപ്പിക്കുകയും രജപുത്രൻ മുഗൾ ഭരണത്തെ നിന്ന് വിട്ടുമാറുകയും ചെയ്തു എന്നതാണ്. ഇത്രയാണ് ചാപ്റ്ററിൽ വരുന്നത്. ഇനി ഇതിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കും. ഓക്കെ, എന്തെങ്കിലും സംശയം ചോദിക്കുക. NSന്റെ SSLC +2 വിവിധ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷനുകൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 9037114679. ഓക്കെ, താങ്ക് യു.